ദേശീയപാതയുടെ തകർച്ചയിൽ തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയം തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, പ്രതിഷേധം കുറച്ചെങ്കിലും കെട്ടടങ്ങിയിട്ടുണ്ടോ? പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നതും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതും ദൃശ്യങ്ങളിലുണ്ട്. ഏതോ അല്പസമയങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രതിഷേധം നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് പിന്നാലെ തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഏറെ നേരം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിക്കുകയും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ റോഡിൽ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും ഇവരാരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷയൊരുക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇവരാരും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മുദ്രാവാക്യം വിളികളോടുകൂടി തങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണം, ദേശീയപാതയുടെ തകർച്ച പരിഹരിക്കണം, സർവീസ് റോഡുകൾ നന്നാക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. തൃശൂരിനെ സംബന്ധിച്ചുകൊണ്ട് പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നിരവധി വർഷങ്ങളുടെ പഴക്കങ്ങളുണ്ട്. ഒട്ടേറെ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയം അന്യായമായ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായി സമരങ്ങൾ നടത്തുന്നു. ഇപ്പോൾ കനത്ത കാലവർഷത്തിൽ റോഡുകളൊക്കെ തകർന്ന് സർവീസ് റോഡുകൾ കൂടി തകർച്ചയുടെ വക്കത്തിലെത്തിയതോടുകൂടി തൃശ്ശൂരിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ഗതാഗത കുരുക്ക് നമുക്കറിയാം. ദിവസേന 4-5 മണിക്കൂറുകൾ റോഡിൽ കുരുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യം, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. 7 ഇടങ്ങളിലായി നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണിക്കൂറുകൾ നീളുന്ന കുരുക്കാണ് ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രതിഷേധം തുടർന്നു വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അതിശക്തമായ സമരം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സമാധാനപരമായ നയം സ്വീകരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് വന്നെങ്കിലും ഈ പ്രതിഷേധത്തെ അവർ ഇതുവരെയും മറ്റൊരു തരത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടില്ല. ജലപീരങ്കി അടക്കമുള്ള പ്രയോഗങ്ങൾ നടത്തി. ലാത്തിച്ചാർജ് അടക്കം സജ്ജമാണെങ്കിലും പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏതായാലും ചാലക്കുടി DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പോലീസ് എത്തിയിട്ടുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നുള്ളൊരു കർശന നിർദ്ദേശം നിലനിൽക്കുന്ന കൂടി സാഹചര്യത്തിൽ ദേശീയപാത സമരം കോൺഗ്രസിനൊരു അവസരമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളൊരു പ്രത്യേക നിലപാട് കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് സംയമനം പാലിക്കുന്നതെന്നറിയാം. ഏതായാലും ബാരിക്കേഡ് മറികടന്നുകൊണ്ടുള്ള ആളുകൾ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയെങ്കിലും പോലീസ് വാഹനം, വരുൺ ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനം പുറകോട്ട് വലിച്ച് അവരെ കൂടുതൽ അക്രമാസക്തരാകാതെ നോക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്നു. ഏതായാലും ദേശീയപാതയുടെ വിഷയം ഒരൊറ്റപ്പെട്ട വിഷയമല്ല, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. നിരവധി വർഷങ്ങളായി ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധവും ശക്തമായ സമരവുമാണ് നടക്കുന്നത്. അതേസമയത്ത് തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെ ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിർമ്മാണ കമ്പനി തയ്യാറായിട്ടുണ്ട്. ഈ സമരം ഇന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഉച്ചയോടുകൂടി
ടോൾ പിരിവ് നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ സുഗമമായ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഈ ടോൾ പിരിവ് നിർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ പ്രദേശത്തു കൂടി കടന്നുപോയത് കൊണ്ടോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല. ദേശീയപാതയിലെ തൃശ്ശൂർ പൊങ്ങം മുതൽ വാണിയമ്പാറ വരെയുള്ള ജില്ലാ അതിർത്തികളിൽ 59 കിലോമീറ്റർ കടന്നു പോകണമെങ്കിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടാണ്. 4-5 മണിക്കൂറുകൾ ബ്ലോക്കിൽ കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യങ്ങൾ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന ആളുകൾക്കുണ്ട്. അത്തരമൊരു വിഷയത്തിൽ ജനകീയ പ്രതിഷേധം സ്വാഭാവികമാണ്. ആ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് വലിയ സമരവുമായി മുന്നോട്ട് പോവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഏതായാലും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ, DCC മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ അടക്കമുള്ള നമ്മളിത് ഇതിനു മുൻപ് തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എത്ര മണിക്കൂറാണ് അവിടെ ഈ കുരുക്കിൽ കുടുങ്ങി ആളുകൾ കിടക്കുന്നത്, എത്ര മണിക്കൂറാണ് അവർക്ക് നഷ്ടം വരുന്നത്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാനും ലെവനും കൂടി തന്നെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ദിവസമായിട്ട് കൂടി അന്ന് മണിക്കൂറുകളോളം ആ ബ്ലോക്കിൽ കിടക്കുന്നവരെ കാണുകയും അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതുമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. അതും അവരുടെ പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യത്തിനൊരു പരിഹാരം. ഇതിപ്പോ നിലവിൽ പ്രതിഷേധം ഒന്ന് ശമിച്ചു നിൽപ്പുണ്ട്, പക്ഷേ വീണ്ടും ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? സേതു, സംഘർഷ സാധ്യത തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിൽ പ്രതിഷേധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും മുതിർന്ന നേതാക്കൾ കൂടി ഈ സമരത്തിന് പിന്തുണയുമായി, DCC നേതാക്കൾ അടക്കമുള്ള ആളുകൾ കൂടി ഈ സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒപ്പമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള സാഹചര്യം. ഏതായാലും DCC മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ അടക്കമുള്ള ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. DCC വൈസ് പ്രസിഡന്റ് അടക്കമുള്ള DCC മുൻ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ടോൾ കൊള്ള അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സമരത്തിലാണ് ഞങ്ങൾ. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞിട്ട് പോലും ഈ ടോൾ പിരിവ് നിർത്തലാക്കാത്ത കമ്പനിക്കെതിരെ, കമ്പനിയെ സഹായിക്കുന്ന ഒത്താശ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ. ഓക്കെ ലെവിനിലേക്ക് മടങ്ങിയെത്താൻ. ദേശീയപാതയുടെ തകർച്ചയിൽ തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷഭരിതമാവുകയും ചെയ്തു. അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ലെവിൻ കെ വിജയൻ.